എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിനീസയ. വീണ്ടും ഒരു പുതിയ വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ചേട്ടൻ്റെ ഒരു വിഷയം തന്നെ. ഓട്ടോയിൽ 2 പേര് കയറി, ചേട്ടൻ ഓട്ടോ ഓടിക്കുകയാണ്. ചേട്ടൻ സ്ഥലം ചോദിക്കുന്നു, സ്റ്റുഡിയോയിലാണ് പോകേണ്ടതെന്ന് പറയുന്നു. 2-3 സ്റ്റുഡിയോ ഉണ്ട്, അതിൽ ഏതാണെന്ന് ചോദിക്കുന്നു. ഓക്കെ, ഇതെല്ലാം നമ്മൾ കണ്ടു. അവൾ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ 2-3 സ്റ്റുഡിയോ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവൾക്ക് പറയാമല്ലോ, ചേട്ടാ ഈ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല, സ്റ്റുഡിയോ ആണ്. ചേട്ടന് അറിയത്തില്ലെങ്കിൽ ചേട്ടൻ അടുത്തുള്ള ആരുടെയും ചോദിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം, ആ വഴിയെ പോകാം. ഇതാണല്ലോ ന്യായമായ ഒരു കാര്യം. അവിടെ വഴക്കുണ്ടാകേണ്ട ഒരു കാരണമില്ല. ഇനി ചേട്ടൻ വെള്ളം അടിച്ചു എന്ന് അവർ പറയുന്നു, അസഫ്യം പറഞ്ഞു എന്ന്. ആ വീഡിയോ എവിടെ? ആ വീഡിയോയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണ്ടേ? അതല്ലേ തെളിവ്. ചേട്ടൻ വെള്ളം അടിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ ആ വണ്ടിയുടെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് അത് മാത്രം വ്യക്തമായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ചേട്ടനെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ച ചേട്ടനാണ് എനിക്ക് തോന്നിയത് ആ വീഡിയോയിൽ. ശരി, നിങ്ങൾ ഒരു പോലീസിനെ വിളിച്ചിട്ട് അദ്ദേഹത്തെ വൈദ്യപരിശോധന നടത്താത്തത് കുടിച്ചിട്ടുണ്ടോ എന്നപ്പോൾ തെളിവായിരുന്നല്ലോ. ഇതൊക്കെയല്ലേ ന്യായമായ കാര്യങ്ങൾ. അതിലെല്ലാം ഈ പുള്ളിക്കാരത്തി ഉദ്ദേശിച്ച പോലെ പോസിറ്റീവ് ആയിരുന്നുവെങ്കിൽ ഇവളുടെ വീഡിയോയ്ക്ക് പ്രശസ്തിയുണ്ട്. ഇത് പ്രായമായ ഒരു മനുഷ്യനെ അപമാനിച്ചപ്പോൾ ഇവൾക്ക് എന്ത് കിട്ടി? പിന്നെ ഒരു കാര്യം നല്ലതായിരുന്നു, ഒന്നും അറിയാതെ ഒരു മൂലയിൽ ഓടിക്കൊണ്ടിരുന്ന ചേട്ടനൊന്ന് വൈറലായി. അതിന് നിനക്കൊരു ബിഗ് സല്യൂട്ട്. പക്ഷെ നീയോ മാറി. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അത് പിന്നെ നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക. മോശമായിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്ത് രക്ഷപ്പെടാമെന്നോ എന്തെങ്കിലും നേടാമെന്നോ കരുതരുത്. എല്ലാ മനുഷ്യർക്കും പിന്നെ അഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അദ്ദേഹം എന്തെങ്കിലും ചെയ്തിരുന്നു എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പ്രായത്തിൽ ഇത്രയും കാലത്തിനിടയിൽ ഒരുപാട് നാൾ ഓട്ടോ ഓടിക്കൊണ്ടിരുന്ന മനുഷ്യനാണത്. അടുത്ത അയൽവക്കക്കാർ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ പറയുന്നു. അപ്പോൾ ഇത്തരം സ്ത്രീകളെയും പുരുഷന്മാരെയും എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ. വ്യക്തതയോടുകൂടിയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യൂ. ഒരു കാര്യത്തിനും തെളിവില്ലാതെ ഒന്നിനും ഇറങ്ങി പുറപ്പെടരുത്. നമ്മൾ കാരണം ഒരു മനുഷ്യനെ നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. ചേട്ടൻ്റെ കുടുംബക്കാരോട് എനിക്കൊരു നന്ദിയുണ്ട്. കാരണം അവർ കൂടെ നിന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹം പിടിച്ചു നിന്നു. സുഖമില്ലാത്തൊരു മനുഷ്യനാണ്. പ്രായം ചെല്ലുമ്പോൾ ചിലപ്പം സംസാരത്തിന് വ്യക്തത തെളിഞ്ഞെന്ന് വരില്ല. ചിലപ്പം കുടിച്ചതുപോലെയൊക്കെ തോന്നാം. അതെല്ലാം തെളിവ് സഹിതമാക്കിയിട്ട് മാത്രമേ വീഡിയോസ് പോസ്റ്റ് ചെയ്യാവൂ. ആരെയും അപമാനിക്കാൻ വേണ്ടി ആയിട്ടും വീഡിയോ ചെയ്യരുത്, ഞാനാണെങ്കിൽ പോലും. അപ്പോൾ ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്.